വാവേ വന്നും മകൾ സമ്മാനം. നല്ല സ്നേഹമുള്ളവനാണ്, നല്ല സ്നേഹമുള്ളവനാണ്. വാവോ വാവേ വന്നും മകൾ സമ്മാനം എന്ന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. പൂച്ചകളുമായിട്ട് ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് സ്നേഹമുള്ളവനെ കണ്ട. ചെറിയ കുട്ടിയാണ്. ബാബോ ഉമ്മ വെക്കരുത്. ഉമ്മ വെക്കണ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഉമ്മ വെക്കണ എനിക്ക് ഇഷ്ടമല്ല. അണ്ണാൻ്റെ പോലെ എന്താക്കുന്നുണ്ട്, ഇത് മേലേക്ക് കയറുന്നുണ്ട്. ഓ എന്താ അനുസരണമാണ്. ഇതാരോ വളർത്തിങ്ങ പൂച്ചാണ്, അല്ലാണ്ട് ഇത്ര കണക്കുണ്ടാവില്ല. 2-4-5 ചാള പീസകത്താക്കിയിട്ട് ഇരിക്കണതാണ്. ഹലോ ഗൈസ്, ചക്ക എന്ന് പറഞ്ഞ മാങ്ങ, മാങ്ങ എന്ന് പറഞ്ഞ തേങ്ങ, തേങ്ങ എന്ന് പറഞ്ഞ ഒലക്ക. എൻ്റെ പൊന്നെ അനാക്കിൻ്റെ ഒരു സുഖഞ്ഞ് പണി ചാവടിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പുതിയ രീതി വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ പുതിയ രീതിയെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഇതാണ് നമ്മളെ പുതിയ രീതി. അയ്യവ എന്താ ആരോ വളർത്തിയ സാധനം ഇട്ടത്. അയ്യമ്മനെ ബായോ ബായോ, ഇതാണ് നമ്മളെ പുതിയ രീതി. ആരോ വളർത്തിയതാണ് സംഭവം. നല്ല ഇണക്കുള്ള സാധനമാണ്. പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീക്ക്നെസ്സാണ്, നമ്മളൊരു വികാരമാണ്. മാന്ത് കിട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ ഇത് ചെറിയ കുട്ടിയാണ്. എന്താ എന്താ നോക്കാം. വാവോ വാവോ ഇടുവാ ഇടുവാ വാവോ ഇടുവാടാ. അപ്പോൾ അരുമ മൃഗങ്ങൾ ഉണ്ടാവണം നല്ലതാണ്. കാരണം നമുക്കൊരു സന്തോഷം, ഒരു സമയം പോവാൻ ഇങ്ങനത്തെ മൃഗങ്ങളുണ്ടെങ്കിൽ, അരുമ മൃഗങ്ങളുണ്ടെങ്കിൽ അടിപൊളി. കണ്ട കളിക്ക് നോക്കി, എന്താ അടിപൊളിയാണ്. കുളിപ്പിക്കണം, ഞാൻ കളിക്കും. വാ നല്ല അടിപൊളി പൂച്ചക്കുട്ടിയാണ്. എന്തത് എൻ്റെ മോള് നേഴ്സറി പോയി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിട്ട് കൊമ്പം കളിയാവും അല്ലേ കുറ്റോ. വാവോയ് വാവോ, പണിക്ക് പറഞ്ഞ പണിക്ക് പറഞ്ഞ നല്ല സ്നേഹമുള്ള പൂച്ചക്കുട്ടിയാണ്, നല്ല സ്നേഹമുണ്ട്. പോടാ ഇങ്ങോട്ട് പോടാ. ഒന്ന് നമുക്ക് കിട്ടിയ സാധനം മതി. എവിടുന്നോ വഴി തെറ്റി വന്നുള്ള ആളാണ് കേട്ടോ. അത് നമ്മൾ വളർത്തുന്നല്ല. അപ്പോൾ ആൾക്ക് ഇന്നലെ കറി വെച്ച മീൻ കറി വെച്ചതിൽ ബാക്കിയുണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഒരു 4-5 പീസ് ആള് ചാള അകത്താക്കിയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഓ അപ്പോൾ ഇനി ഇവൻ്റെ വിശേഷങ്ങളും ഉണ്ടാവും നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.